പ്രണാമം. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങൾ കേരളത്തിലുണ്ടെന്നാണ് വിശ്വാസം. അക്കൂട്ടത്തിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. ഇവിടുത്തെ ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കൂടുതലായി അറിയാം. മത്സ്യകന്യകയാൽ സംരക്ഷിക്കപ്പെട്ട ബാലശാസ്താവ്. മാത്രമല്ല, ഇവിടുത്തെ മത്സ്യങ്ങൾക്കൊക്കെ തിരുമക്കൾ എന്നൊരു പേര്, ഒരു പ്രത്യേക പേര്. എന്താണ് ഇതിന്റെ പിന്നിലെ ഐതിഹ്യം? ഈ ക്ഷേത്ര സംബന്ധമായ ഒരു പിന്തുടർച്ചയാണ് ഈ പേരിന്റെ പിന്നിലുള്ളത്. കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താ ക്ഷേത്രവുമായി അഭേദ്യമായ ബന്ധമാണ് ഈ മത്സ്യങ്ങൾക്ക്, അതായത് തിരുമക്കൾക്കുള്ളത്. ഭഗവാന് ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന് ഈ മത്സ്യങ്ങളുമായി ഈ തീരത്ത് കളിച്ചിരുന്നു. അപ്പൊ പ്രകൃതിയുടെ ഒരു ആരാധന കൂടി ഇതിന് വെളിവാകുന്നെന്നുള്ളതാണ്. അപ്പൊ ഭഗവാന് കളിച്ച് വളർന്ന കളിക്കൂട്ടുകാരായി തിരുമക്കളെ കാണുന്നത് കൊണ്ട് അതിന് പേര് നമ്മളും നാട്ടുകാരും വരുന്നവരും എല്ലാം തിരുമക്കൾ എന്ന പേര് കൊടുത്തിട്ടാണ് ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നത്. അതാണ് ഇതിന്റെ ഒരു വിശ്വാസം. നമ്മുടെ വിശ്വാസ പ്രകാരം മീനിന് എന്തൊക്കെ ആഹാരങ്ങളാണ് കൊടുക്കാറുള്ളത്? അങ്ങനെ ക്ഷേത്ര വിശ്വാസം അനുസരിച്ച് മീനിന് നമ്മൾ ഭക്തജനങ്ങൾ നൽകാറ് നിലക്കടല, നമ്മൾ കപ്പലണ്ടി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട്. പിന്നെ അരി ഇട്ട് കൊടുക്കുക, തലയ്ക്ക് ഒഴിഞ്ഞ് വഴിപാടായി അരി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ത്വക്ക് സംബന്ധമായ അരിമ്പാറകൾ ഇപ്പം തന്നെ നമുക്ക് കണ്ടിരുന്നു. അരിമ്പാറ പോലുള്ള നമ്മുടെ ത്വക്ക് രോഗങ്ങൾക്ക് ഒരു സിദ്ധ ഔഷധമാണ് യഥാർത്ഥ ഈ വഴിപാടെന്ന് പറയുന്നത്. എത്തുന്ന ആയിരക്കണക്കിന് ആൾക്കാർ മേടവിഷു ഉത്സവ നാൾ ഉൾപ്പെടെ വന്നിട്ട് അരിമ്പാറയ്ക്ക് വഴിപാടായി അരിയും നിലക്കടലയും വാരി വിതറി തിരുമക്കളെ ഊട്ടി തൃപ്തിപ്പെടുത്തിയിട്ട് അവരുടെ രോഗശമനത്തിൽ ഒരുപാട് നമുക്കിവിടെ അനുഭവങ്ങൾ ധാരാളമാണ്. ആണ് ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ക്ഷേത്രത്തിൻ്റെ സുപ്രധാനമായ ഉത്സവങ്ങളിൽ ഒന്ന് മീനൂട്ടാണ്. മേടവിഷുവാണ് ക്ഷേത്രത്തിലെ ഉത്സവം. ആ ഉത്സവ നാളിൽ തന്ത്രി നേരിട്ട് വരികയും തൊട്ടടുത്ത് നമുക്ക് താഴെയായി കാണുന്ന ഒരു കടവുണ്ട്, അതിലെ കിണറുകയം എന്നാണ് അറിയപ്പെടുന്നത്. കിണറുകയം അത്ര ആഴത്തുള്ളൊരു പ്രദേശത്ത് ഒരു വലിയ മത്സ്യം കൊണ്ടുവന്നും അത് ജയകന്യകയായിരുന്നു. ഭഗവാനോടൊപ്പം നിൽക്കുകയും ആണ്ടിലൊരിക്കൽ നമുക്ക് ഒന്നിച്ച് മേളത്തോടു കൂടി വന്ന് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ആനപ്പുറത്ത് എഴുന്നള്ളി ആറ്റുകടവിലേക്ക് വരികയും അവിടുന്ന് ഭഗവാൻ കണ്ടുകൊണ്ട് ഈ മീനിനെ ഊട്ടി തിരിച്ചു പോകുന്ന ഒരു വലിയ ഉത്സവ ചടങ്ങ് കൂടി ക്ഷേത്രത്തിൽ വിശേഷമായിട്ടുണ്ട്. മത്സ്യകന്യകയാൽ സംരക്ഷിക്കപ്പെട്ട ബാലശാസ്താവിനെ കുറിച്ചും തിരുമക്കളെ കുറിച്ചുമുള്ള കൂടുതൽ വിശ്വാസങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി നമുക്ക് ശ്രീകോവിലിനകത്തെ വിശേഷങ്ങൾ അറിയാം. ചേട്ടാ, നമ്മുടെ ദേശത്തിന്റെ ദേവതയായ മാമ്പഴത്തറ ഭഗവതി? അതെ, ഇതാണ് മാമ്പഴത്തറ ഭഗവതി സങ്കല്പത്തിലുള്ളത്. നമ്മുടെ തൊട്ടടുത്ത് ആര്യങ്കാവിനടുത്തായിട്ട് ഇതിൻ്റെ മൂലസ്ഥാനം കൊണ്ടുവന്നു. ആര്യങ്കാവ് ശാസ്താ ക്ഷേത്രവും ഭഗവാനോട്ടൊരു അഭേദ്യമായ ബന്ധമുള്ളതുകൊണ്ട് ദേശദേവത സങ്കല്പത്തിൽ ഈ ദേശത്തെ കാത്തുകൊള്ളാൻ വേണ്ടിയാണ് ഭഗവാന്റെ സാന്നിധ്യത്തിൽ തൊട്ട് അടുത്തായിട്ട് പ്രതിഷ്ഠ സങ്കല്പമുള്ളത്. അതാണ് മാമ്പഴത്തറ ഭഗവതി എന്ന സങ്കല്പം. ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം മാമ്പഴത്തറ ഭഗവതി, ശേഷം മഹാവിഷ്ണു, അങ്ങനെയല്ലേ? അങ്ങനെയായിരുന്നു. മഹാവിഷ്ണു പ്രതിഷ്ഠയ്ക്ക് ഒരു നിശ്ചിത കാലത്ത് ദേവപ്രശ്നത്തിൽ ഉപദേവ സാന്നിധ്യത്തിന് വിഷമമാണ്. അപ്പോൾ തൊട്ട് പുതുതായി ക്ഷേത്രം പണിതിട്ട് മഹാവിഷ്ണുവിനെ ഈ ബാലശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ
ഇടത് ഭാഗത്തായി കുറച്ച് ദൂരെയായിട്ട് മാറി ഒരു പുതിയ ക്ഷേത്രാങ്കണം ഉണ്ടായിട്ട് അതിൽ ശ്രീകോവിലേക്ക് പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ശേഷം ഇപ്പോൾ എത്തുന്ന ഭക്തജനങ്ങൾ കുളത്തുപ്പുഴ ഭഗവാൻ അകത്ത് ദർശനത്തിന് മുമ്പ് യക്ഷിയമ്മ ഗണപതി തൊഴുത് വലം വെച്ച് അമ്പഴത്തറ ഭഗവതിയെ കൂടെ കണ്ടിട്ട് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടന്നാണ് ധർമ്മശാസ്താവിനെ കാണുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ക്ഷേത്ര പ്രദക്ഷിണ സങ്കല്പം. സന്താന സൗഭാഗ്യത്തിനായിട്ട് യക്ഷിയമ്മയ്ക്ക് ഒരു തൊട്ടി. ഇനി നമുക്ക് അങ്ങോട്ട് പോയാലോ? അതെ, തീർച്ചയായിട്ടും. നമ്മുടെ ഭഗവാന്റെ ക്ഷേത്ര സങ്കേതത്തിന് വലത് ഭാഗത്താണ് യക്ഷിയമ്മ സങ്കല്പമുള്ളത്. സുന്ദര യക്ഷി സങ്കല്പത്തിലാണ് ആരാധനയുള്ളത്. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സന്താന സൗഭാഗ്യത്തിനായിട്ട് ഇവിടെ ഒന്ന് തൊട്ടിൽ സമർപ്പിക്കാറുണ്ട്. അത് സന്താനങ്ങൾക്ക് ഉണ്ടായതിനു ശേഷം വരും, അല്ല പ്രാർത്ഥനയോടുകൂടി സമർപ്പിച്ചതിന് ശേഷം പോകുന്ന ഭക്തജനങ്ങളുണ്ട്. തൊട്ടപ്പുറത്താണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇതിനകത്ത് കരിവള, കുങ്കുമം, ചരട്, മഞ്ചാടിക്കുരു, അതുപോലെ പാവകൾ, ഇതിൽ സന്താന സാന്നിധ്യം അതിൻ്റെ ആ ഭാഗ്യത്തിന് വേണ്ടി ഇങ്ങനെ പാവകൾ ഉൾപ്പെടെയാണ് തൊട്ടിൽ സമർപ്പിക്കാറ്. മണ്ഡലമകര വിളക്ക് മഹോത്സവ കാലത്ത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. അപ്പം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനം, അയൽ സംസ്ഥാനങ്ങളിൽ കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയ അവർക്കെല്ലാം വളരെ വിശ്വാസമാണ്. ഇപ്പോൾ ഇത്രയൊന്നുമല്ല, ഇതിന് ഒരുപാട് ധാരാളമായിട്ട് ഇങ്ങനെ നമുക്ക് ഇതുവഴി പ്രദക്ഷിണ പദത്തിന് പോലും പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ അത്രയും തൊട്ടിലുണ്ടാവുന്നതാണ്. അപ്പോൾ കാലോചിതമായിട്ട് ഇതിന് തടസ്സം ഒഴിവാക്കാൻ വേണ്ടി മാറ്റുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എങ്കിൽപ്പോലും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ മണ്ഡലമകരകളൊക്കെ ഇങ്ങനെ വരുന്നതാണ്. ഇതിനകത്ത് പാവയൊക്കെ സമർപ്പിച്ച് അവരുടെ ആ സൗഭാഗ്യം പൂർണ്ണമാകുമ്പോഴത്തേനാണ് ഇങ്ങനെ സമർപ്പണം നടത്തുന്നത്. വിശ്വാസത്തിന്റെ പുറത്താണ് ഈ കാണുന്ന തൊട്ടിലെല്ലാം ഇവിടെയുള്ളത്. ഇതിൽ നോക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. പാവയുണ്ട്, പൊട്ടുണ്ട്, കരിവളയുണ്ട്, പട്ടുണ്ട്. എല്ലാം യക്ഷിയമ്മയ്ക്കുള്ള സമർപ്പണം മാത്രം. പട്ട് വെച്ചും ബൊമ്മ വെച്ചും തൊട്ടിലുകൾ കാണാനുണ്ടല്ലോ. അതിൽ എന്തെങ്കിലും ഐതിഹ്യം? തീർച്ചയായിട്ടും ഉണ്ട്. ആദ്യം ആ ദേവിയെ കാണാനായിട്ട് വരുമ്പോൾ ആ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് വരുന്നത്. ആ സമയത്ത് തൊട്ടിൽ വാങ്ങി പട്ടുകൂടി സമർപ്പിച്ചിട്ടാണ് വഴിപാട് നടത്തി പോകുന്നത്. ഈ പ്രാർത്ഥനയോടുകൂടി ഞങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാകണം എന്ന പ്രാർത്ഥനയോട്. അതിനുശേഷം സന്താന സൗഭാഗ്യത്തിന് ശേഷം ആ ആഗ്രഹ സഫലീകരണം കഴിഞ്ഞു അവർ വീണ്ടും തിരിച്ചെത്തുന്നു. കുട്ടികളോടൊപ്പം ആയിരിക്കും പലരും എത്തുന്നത്. എന്നിട്ട് ദേവിക്ക് ആ തൊട്ടിൽ ആ പട്ട് വിരിച്ചിട്ട് അതിൻ്റെ ബിംബം കൂടെ സമർപ്പിച്ചിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് തൊട്ടടുത്ത് മഹാഗണപതി ക്ഷേത്രമാണ്. കന്നിമൂലയിൽ ഭഗവാനെ കണ്ടു തൊഴുതിട്ടാണ് പ്രദക്ഷിണം പടിഞ്ഞാറ് കൂടി നടത്തി ബാലശാസ്താവിനെ കാണുന്നെന്നുള്ള സങ്കല്പം. കന്നിമൂലയിലാണ് ഭഗവാനുള്ളത്. മഹാഗണപതി. ഇനി നമുക്ക് തൊട്ടടുത്ത ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽമരമാണ്. ത്രിമൂർത്തി സങ്കല്പത്തിൽ ആൽ പ്രദക്ഷിണം ചെയ്യുന്നതിനുള്ള സംവിധാനമൊക്കെ ഇവിടെയുണ്ട്. ഈ ക്ഷേത്രത്തോളം തന്നെ പഴക്കം, അത്ര വലിയൊരു ആൽമരമാണ് നമുക്കവിടെ ഉള്ളത്. അവിടെ ത്രിമൂർത്തിയിൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വര സാന്നിധ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് വലം വെച്ചിട്ട് പോകുന്ന സങ്കല്പമാണ് അവിടെയുള്ളത്. ഇനി നമുക്ക് തൊട്ടടുത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് ഭൂതത്താൻ എന്ന സങ്കല്പമാണുള്ളത്. അവിടെ നമ്മൾ ഈ ദേശത്തിൻ്റെ കാവൽ, ക്ഷേത്രത്തിൻ്റെയും ദേശത്തിൻ്റെയും കാവൽ എന്ന സങ്കല്പമാണ് ഭൂതത്താനുള്ളത്. അവിടെ മുറുക്കാൻ ഒക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. അന്ന് ഉദ്ദിഷ്ട കാര്യത്തിന് മുറുക്കാനൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു സങ്കല്പമാണ് അവിടെയുള്ളത്. നമുക്ക് തൊട്ടടുത്ത് അങ്ങോട്ടേക്ക് പോകാം. നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് ഭൂതത്താൻ സങ്കല്പമുള്ളത്. ഇത് തൊട്ടടുത്ത കാവൽ, നാഗര് കാവലിനോടൊപ്പമാണ് ഇത് നിൽക്കുന്നത്. ഈ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ദേശത്തിൻ്റെ കാവൽ, ക്ഷേത്രത്തിൻ്റെ കാവലുമാണ് ആ ഭഗവാനുള്ളത്. ഭൂതത്താൻ്റെ സങ്കല്പമാണ്. ഇവിടെ നമ്മുടെ ഈ ആദിവാസി ഗോത്രസഭകൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടാണ് അവരിവിടെ വന്നിട്ട് വഴിപാടുകൾ നടത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് മുറുക്കാൻ വെച്ചിട്ട് അവർ സർവ്വ സ്വാതന്ത്ര്യത്തോടെ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഉത്സവകാലത്തൊക്കെ വന്നാൽ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ മുറുക്കാൻ നിരത്തി വെച്ചിട്ട് അവരെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സങ്കല്പമാണ് ഭൂതത്താൻ. അത് ക്ഷേത്ര കാവൽ ഭൂതത്താൻ ആണ് ഉള്ളതെന്ന് സങ്കല്പം. ഇനി നമുക്ക് സർപ്പക്കാവിലേക്കാണ് യാത്ര. ഇതിപ്പോൾ പ്രൗഢമായൊരു കാവായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് മുള്ളി ഈഞ്ച കടന്നിട്ട് ഒരുപാട് വൃക്ഷങ്ങളെല്ലാം നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി.
അപ്പോൾ അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമൊക്കെ കാവ് നവീകരണ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ പോലും നമുക്ക് കാവ് ദർശനത്തിന് തടസ്സങ്ങളൊന്നുമില്ല. ഇവിടെയും ആയില്യം പ്രധാനപ്പെട്ട ഉത്സവമാണ്. എല്ലാ മാസത്തെയും ആയില്യത്തിന് ഊട്ടും പൂജകളും ഉണ്ട്. തുലാമാസത്തിലെയും ആയില്യ പൂജ പ്രധാനമാണ്. ഉപദേവതകളെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി ഇവിടുത്തെ ക്ഷേത്ര പ്രതിഷ്ഠ 8 ശിലാഫലകങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായതെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ പിന്നിലെ ഐതിഹ്യം? ഈ ക്ഷേത്ര വിഗ്രഹം ആദ്യമായി പ്രതിഷ്ഠിക്കുന്നത് പരശുരാമസ്വാമിയാണെന്നാണ് സങ്കല്പം. 5 മഹാശാസ്താ ക്ഷേത്രങ്ങൾ കുളത്തുപുഴയും ആര്യങ്കാവും അച്ചൻകോവിലും ശബരിമലയും പൊന്നമ്പലമേടും അതിൽ പ്രഥമ സ്ഥാനമാണ് കുളത്തുപുഴയ്ക്ക്. അപ്പോൾ പരശുരാമസ്വാമി പ്രതിഷ്ഠിച്ചതിന് ശേഷമുള്ള കാലഘട്ടം അന്ന് ഉണ്ടായിരുന്ന ക്ഷേത്രം പ്രകൃതിക്ഷോഭത്താലോ മറ്റ് വെള്ളപ്പൊക്കത്തിൽ നശിച്ചു എന്നാണ് വിശ്വാസം. അത് കുറച്ചുകൂടി പടിഞ്ഞാറായിരുന്നു ക്ഷേത്രം. ആ സമയത്ത് കാലങ്ങൾ കഴിഞ്ഞ് കൊട്ടാരക്കര കോക്കുളത്ത് മഠത്തിലെ തന്ത്രിമുഖ്യനും കൂട്ടരുകൂടി ഈ ദേശാടനത്തിനായിട്ട് ഈ നാട്ടിലേക്ക് വന്നു. അപ്പോൾ അവർക്ക് സൗകര്യപ്രദമായിട്ട് താമസിക്കാൻ പറ്റിയ ഈ ആറ്റ് തീരം കണ്ടെത്തുകയും ഇവിടെ വെച്ച് അവരെ അന്ന് ഇവിടെ ചെലവഴിക്കാൻ തീരുമാനിച്ചു. അതും പ്രകാരം അന്ന് തങ്ങുകയും അന്നത്തെ ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് പരിചാരകനായ കുറുപ്പ് അന്ന് കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഭക്ഷണം ചെയ്യുന്ന സമയത്ത് 3 കല്ലുകളെടുത്ത് അടുപ്പ് കൂട്ടി എന്ന് പറയും. ആ അടുപ്പ് കൂട്ടി ഇവിടെ ഒരു കല്ല് എപ്പോഴും ഉയർന്നു തന്നെ ഇരുന്നു. അപ്പോൾ മറ്റൊരു ശില എടുത്തിട്ട് ആ ഉയർന്നിരുന്ന കല്ലിന് മുകളിലേക്ക് തച്ച് അത് 8 ശിലയായിട്ട് പൊട്ടിയെന്നതിന് രക്താംശം കണ്ടു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന കോക്കുളത്ത് മഠത്തിലെ തന്ത്രി ഇതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇത് പരശുരാമ പ്രതിഷ്ഠിതമായ ശാസ്ത്ര ചൈതന്യം ഉള്ള വിഗ്രഹമായിരുന്നു എന്നും അത് ഇങ്ങനെ ഇപ്പോഴും അവരെ മുമ്പിൽ ദൃശ്യപ്പെടുകയായിരുന്നാണ് അറിഞ്ഞത്. ശേഷം ഉത്തമമായൊരു സ്ഥലത്ത് കൊട്ടാരക്കര തമ്പുരാൻ്റെ നിർദ്ദേശപ്രകാരം തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ നിർദ്ദേശത്തോടൊപ്പം ക്ഷേത്രം പണിത് പ്രതിഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ വിഗ്രഹം കുറേ കാലം ഈ ക്ഷേത്രം പണി പൂർത്തിയാവുന്നത് വരെ ഇങ്ങനെ കിഴക്കൊരു പ്രദേശത്ത് വലിയ വീട്ടിൽ കാവ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതൊരു കുടുംബം, ഈ വലിയ വീട്ടിൽ കുറുപ്പാണ് ഈ വിഗ്രഹത്തെ കണ്ടെത്തിയത്. അപ്പോൾ ആ കുറുപ്പിൻ്റെ കുടുംബ പ്രദേശത്ത് ആ കാവിൽ ഈ വിഗ്രഹം വെച്ച് പൂജിച്ചിരുന്നു ഈ ക്ഷേത്രം പൂർത്തിയാകുന്നത് വരെ. ആ കാരണത്താൽ ഇപ്പോഴും വർഷത്തിൽ 7-ാം ദിവസം ഭഗവാന്റെ ഈ നടയിൽ നിന്ന് മേളത്തോടു കൂടി തന്നെ തന്ത്രി കോക്കുളത്ത് മഠത്തെ തന്ത്രി മുഖ്യൻ അവിടെ പോവുകയും അവിടെ ഉച്ചയ്ക്കുള്ള പൂജകൾ പൂർത്തിയാക്കുകയും ശേഷം ഇവിടെ വന്നിട്ടാണ് ഉത്സവം പരിസമാപ്തി കുറിക്കുന്നത്. അപ്പോൾ സുപ്രധാനമായ ഒരു ചടങ്ങ് കൂടിയാണത്. അങ്ങനെ 8 ശിലാഖണ്ഡങ്ങളായിട്ട് ലോകത്തെ തന്നെ ഒരുപക്ഷെ അപൂർവ വിഗ്രഹ പ്രതിഷ്ഠയാണ് കുളത്തുപുഴയിലുള്ളത്. അമ്പലം ഇത്രത്തോളം പുരോഗമിക്കുമ്പോൾ വികസനം പ്രധാനപ്പെട്ട ഒന്നാണ്. ഉപദേശക സമിതി അംഗമായ താങ്കൾക്ക്, സെക്രട്ടറി ആയ താങ്കൾക്ക് എന്താ പറയാനുള്ളത്? 1992-94 കാലഘട്ടത്തിൽ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായതായിട്ടാണ് പറയപ്പെടുന്നത്. വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് തന്നെ. അപ്പോൾ അതിൽ ഈ ക്ഷേത്രത്തിൻ്റെ നാലമ്പലവും ഭാഗവും ഒക്കെ കുറേ നശിച്ചു. അപ്പം തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഏകദേശം 1.5 കോടിയോളം രൂപ ദേവസ്വം ബോർഡിൻ്റെയും ഉപദേശക സമിതിയുടെയും ഭക്തജനങ്ങളുടെയൊക്കെ സാന്നിധ്യത്തിൽ 1.5 കോടിയോളം രൂപ പിരിച്ച് 2016 കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു മണ്ഡലകാല സീസണിലെ ക്ഷേത്ര ദർശനത്തിന് നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും ശ്രീലങ്ക, മലേഷ്യ, സിംഗപ്പൂർ, ഫ്രാൻസ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ നിന്ന് സ്വാമിമാർ ഇവിടെ ദർശനത്തിന് എത്താറുണ്ട്. നമ്മുടെ കൃഷ്ണൻകുട്ടി അണ്ണൻ പറഞ്ഞതുപോലെ പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങളിൽ പ്രഥമസ്ഥാനം അലങ്കരിക്കുന്ന ഈ കുളത്തൂപ്പുഴ ശാസ്താ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയതിന് ശേഷമാണ് സ്വാമിമാർ ഇവിടെ നിന്ന് മറ്റു ക്ഷേത്രങ്ങളിൽ പോകുന്നത്. നമ്മുടെ സമീപ പ്രദേശമായ ആര്യങ്കാവിലും അച്ചൻകോവിലും സ്വാമിമാർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കുറവ് കാരണം ഏകദേശം 90% സ്വാമിമാരും ഇവിടെ വിശ്രമിച്ച ശേഷം മാത്രമാണ് പോകുന്നത്. അപ്പം അവർക്ക് വരുന്ന സ്വാമി ഭക്തർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ക്ഷേത്ര ഉപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും ഒരു ആഗ്രഹമാണ്, കടമയാണ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ദർശനത്തിനെത്തുന്ന സ്വാമിമാർക്ക് വേണ്ടിയിട്ട് വിരിവെക്കുന്നതിലേക്കുള്ള ഒരു പന്തൽ അടുത്ത കാലത്ത് തന്നെ, അടുത്ത വിഷുവിന് മുമ്പ് തന്നെ നമ്മളത് പണിയാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം ഒരേ സമയത്ത് 400-500 സ്വാമിമാർക്ക് വിശ്രമിക്കുന്നുള്ള ഒരു വിശ്രമ സങ്കേതം അടുത്ത കാലത്ത് ഉണ്ടാക്കും. പിന്നെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ ഏകദേശം 55 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഒരു ഗോപുരം നിർമ്മിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ 13-ാം തീയതി ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ PS പ്രശാന്ത് അവർ വന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രത്തിലെത്തുന്ന ദർശന സ്വാമിമാർക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ദേശവാസികളുടെയും ഉപദേശക സമിതിയുടെയും പ്രഥമ പരിഗണന എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എത്തുന്ന മുഴുവൻ സ്വാമിമാർക്കും എല്ലാവിധ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കും. ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലെ
ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ കടവിലെ ഒരു വിരിപ്പന്തൽ അതിന്റെ നിർമ്മാണത്തിന്റെ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. അതുപോലെ മീനൂട്ടിനെത്തുന്ന സ്വാമി ഭക്തന്മാർക്ക് മീനൂട്ട് നടത്താനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തു. നമ്മുടെ മെമ്പർ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തിലെ മീനൂട്ട് വഴിപാട് നടത്തുന്ന ഏക ക്ഷേത്രം കുളത്തൂപ്പുഴ ബാലശാസ്താ ക്ഷേത്രം എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഭഗവാന്റെ ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയാൻ വേണ്ടിയിട്ട് ബാലശാസ്താവ് ബാലഭാവത്തിൽ ഇവിടെ കുളത്തൂപ്പുഴയിൽ കൂടിയിരിക്കുന്നു. വിപ്രപൂജ്യം വിശ്വവന്ദ്യം വിഷ്ണു ശംഭോ പ്രിയം സുതം ക്ഷിപ്രപ്രസാദനിരതം ശാസ്താരം പ്രണമാമ്യഹം പാണ്ഡ്യേശവംശതിലകം കേരളേ കേളി വിഗ്രഹം ആർത്തത്രാണപരം ദേവം ശാസ്താരം പ്രണമാമ്യഹം സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഗ്രാമീണ ഭംഗിയാലും വിശ്വാസങ്ങളാലും ഐതിഹ്യങ്ങളാലും നിറഞ്ഞ കുളത്തൂപ്പുഴയിലെ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ വിശേഷങ്ങൾ ഏവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.